സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. അപ്പോൾ ഏറ്റവും മിനിമമായിട്ട് ഒരു ക്യാമ്പസിൽ ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 മൂല്യങ്ങൾ ആ ഒരു സംഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് അവർ തന്നെ വാഗ്ദാനം നൽകുന്നത്. എന്നാൽ ഈ 3 മൂല്യങ്ങളും അതിന്റെ പ്രകടമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ നിരാകരിച്ചുകൊണ്ട് ഏകാധിപത്യം, താലിബാനിസം എന്നിവയൊക്കെ നടപ്പാക്കുന്നതാണ് നമ്മൾ പൂക്കോട് ക്യാമ്പസിൽ കാണുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇല്ലാതിരുന്ന ഒരു സമയം പിന്നീട് അവരുടെ പ്രതിനിധികളെല്ലാം തന്നെ ചാനൽ ചർച്ചകളിൽ അടക്കം വന്ന് സംസാരിക്കുന്നു. ആ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നു, അവിടെ പോകുന്നു. അവസാനം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇരുന്ന് SFIയുടെ ഒരു നേതാവ് തന്നെ ആ കുടുംബത്തിനോടടക്കം അവർ മാപ്പ് പറയുന്നു എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു നിരാകരണം, ഞങ്ങൾക്കിതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, ഞങ്ങളുടെ 3-4 നേതാക്കന്മാർ മാത്രമേ ഇതിലുള്ളൂ, മറ്റുള്ള നിരവധി ആൾക്കാർ ഏതാണ്ട് 18-19 പേര് ഇതിലുണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ രാഷ്ട്രീയം നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്നു. പൊടുന്നനെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് താൻ MSFകാരനാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് ആ ഒരു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റിയിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ രക്ഷിച്ചെടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നടത്തുന്നു. ആ പ്രസ്താവന വന്ന ഏതാനും നിമിഷങ്ങൾക്കകം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ MSFകാരൻ പറഞ്ഞത് കേൾക്കൂ, നിങ്ങൾ SFI അനാവശ്യമായിട്ടാണ് വേട്ടയാടുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞു എന്ന പ്രശ്നത്തിനേക്കാൾ വളരെ ഗുരുതരമായിട്ട് ഇവരെല്ലാവരും തന്നെ കാണുന്നത് സ്വന്തം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവരുടെ പേര് കളങ്കിതമാകുന്നു എന്നുള്ളതാണ്. അത് തുടങ്ങിയിരിക്കുന്നത് ശ്രീ MV ഗോവിന്ദനാണ് തന്റെ ഒരു പ്രസ്താവനയിൽ എങ്കിൽ അതിന്റെ ഏറ്റവും മൂർധന്യ ഭാവമാണ് നമ്മൾ ശ്രീ മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവനയിൽ കാണുന്നത്. കാരണം നമ്മൾ ഇന്ത്യയിൽ പരിചിതമില്ലാത്ത ഒരു വാക്കല്ല ഈ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത്. മോബ് ലിഞ്ചിങ് കേരളത്തിലും നടന്നിട്ടുണ്ട്, നമുക്ക് മധുവിന്റെ കാര്യം അറിയാം. അപ്പൊ അങ്ങനെ ഒരു മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ പൂക്കോടിന്റെ ഒരു കോണ്ടെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നടന്നിരിക്കുന്നത് സിദ്ധാർത്ഥനെതിരെയാണ്. അപ്പൊ അവിടുത്തെ യഥാർത്ഥ ഇര എന്ന് പറയുന്നത് സിദ്ധാർത്ഥനാണ്. അവിടെ ക്യാമ്പസിലുള്ള രാഷ്ട്രീയം, അതും വെറുപ്പിന്റെ രാഷ്ട്രീയം പേറുന്ന കുറച്ചധികം കുട്ടികൾ ചേർന്നുകൊണ്ട് അവർ സ്വന്തമായിട്ട് നടത്തിയിരിക്കുന്ന, നേരത്തെ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ പാർട്ടി കോടതി, പാർട്ടി വിചാരണ, പാർട്ടി പോലീസ് എന്നീ സംവിധാനങ്ങളൊക്കെ വഴി ഒരാളിനെ അവരുടെ നീതിക്കനുസരിച്ച് വിചാരണ ചെയ്തതിനു ശേഷം ശിക്ഷയും വിധിച്ച് 3 ദിവസം ഭക്ഷണവും കൊടുക്കാതെ വെള്ളവും കൊടുക്കാതെ അവിടെ ഇട്ടതിന് ശേഷം ഒന്നുകിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടിൽ ആ വിദ്യാർത്ഥി മരണത്തിലേക്ക് പോകുന്നു, അതല്ല എങ്കിൽ അവർ തന്നെ കൊന്ന് കെട്ടിത്തൂക്കിയതിനു ശേഷം ഇവരൊന്നും അറിഞ്ഞില്ലേ എന്ന് നടിക്കുന്നു. ആ രീതിയിലത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും നേരിട്ടിരിക്കുന്നത് സിദ്ധാർത്ഥനാണ്. ആ സിദ്ധാർത്ഥനെ പറ്റി ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അതിനെപ്പറ്റി കമാന്ന് അക്ഷരം പറയാനില്ല. അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായിട്ടുള്ള മന്ത്രി റിയാസിന് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. SFIയുടെ ഏതോ ഒരു നേതാവ് വന്നിരുന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ തല താഴ്ത്തി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. തല താഴ്ത്തി നിൽക്കുന്ന ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്, അവരെ നിയന്ത്രിക്കുന്ന ഒരു പേരന്റ് ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഇപ്പോൾ SFIയുടെ പേര് കളങ്കിതമാകും എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആവലാതികൾ ശ്രീ MV ഗോവിന്ദൻ പ്രകടിപ്പിച്ചതുപോലെ ശ്രീ മുഹമ്മദ് റിയാസും ഇവിടെ പറയുന്നത് SFI എന്ന് പറയുന്ന സംഘടന രാഷ്ട്രീയമായിട്ടുള്ള ലിഞ്ചിങ് നേരിടുകയാണ്, പൊളിറ്റിക്കൽ ലിഞ്ചിങ് നേരിടുകയാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു. എങ്ങനെ ഇവർക്ക് ഇങ്ങനെ മനുഷ്യത്വരഹിതമായിട്ട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ സംശയം. നമുക്ക് ഇതിനൊക്കെ തന്നെ പറയുന്നതിന് ഒരു സമയവും സാവകാശവും എല്ലാം തന്നെ നോക്കണം എന്ന് നമ്മൾ പറയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ MSFകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി അവിടെ നിന്ന് SFIയെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഞാൻ MSFകാരനാണ്, എന്നാലും SFI ഈ വിഷയത്തിൽ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന രീതിയിലത്തേക്ക് പറയുമ്പോൾ അവിടെ നിന്നിരുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ള വിദ്യാർത്ഥികൾ, സിദ്ധാർത്ഥന്റെ സഹപാഠികൾ, അവരൊക്കെ നിന്ന് ഈ പരിസരബോധം പോലും ഇല്ലാതെ അവിടെ ഇരുന്ന് കൈയടിക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ അശ്ലീലമായിട്ടുള്ള ആ ഒരു കയ്യടി നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടുവെങ്കിൽ അതിനേക്കാൾ വലിയ അശ്ലീലമാണ് ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ ലിഞ്ചിങ് നേരിട്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളത് പ്രത്യക്ഷമായിട്ട് നമുക്കിവിടെ അറിയുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവിടെ ഉള്ളപ്പോൾ, മറ്റുള്ള ഇത് കണ്ടിരുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ ഉള്ളപ്പോൾ, ഇവിടെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി പോലും ഈ കോളേജിന്റെ അധികൃതർ കൂട്ടുനിന്നു എന്നുള്ള ഒരു ആരോപണം ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാതെ ഒരു സംഘടനയെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, പതപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നുള്ള ഒരു പഴയ പ്രസ്താവനയ്ക്ക് പകരം ഉത്തരം മുട്ടുന്ന സമയത്ത് ആൾക്കാരെയും ചാനൽ ചർച്ചകളും ഒക്കെ തന്നെ ബഹിഷ്കരിക്കുക എന്നുള്ളത് CPM കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതിന്റെ ഒരർത്ഥത്തിൽ ഒരു ഇര എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ കോളേജിൽ ഒരു അലിഖിത നിയമം നിൽക്കുന്നുണ്ട് എന്ന് അവിടെ പോലീസ് തന്നെ പറയുകയാണ്. എന്താണ് ഈ അലിഖിത നിയമം? ആ അലിഖിത നിയമം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഇപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇതിലെ ഒരു ചീഫ് പെർപെട്രേറ്റർ എന്ന് പറയാവുന്ന ആ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ കോൺഗ്രസ്സുകാരല്ല എങ്കിൽ അയാളുടെ അയൽവക്കക്കാരോ അയാളുടെ ഏതെങ്കിലും അയൽവക്കക്കാരുടെ ബന്ധുക്കളോ പോലും കോൺഗ്രസ്സുകാരോ BJPക്കാരോ ഒക്കെ ആണെങ്കിൽ ആ ബന്ധുത്വം വരെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം രാഷ്ട്രീയമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ തന്നെ ശ്രമിക്കും. അവിടെ നിലനിന്നിരുന്ന അലിഖിത നിയമം എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള പാർട്ടി വിചാരണയാണ്.
അവരുടേതായിട്ടുള്ള പാർട്ടി കോടതിയാണ്, അവരുടേതായിട്ടുള്ള പരസ്യ വിചാരണയാണ്. ആ പരസ്യ വിചാരണ നടത്തിയതിനു ശേഷം ഒരു വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി അവിടെ കൊണ്ടുവന്നിട്ട് ബെൽറ്റ് ഊരി എടുത്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ കേബിളുകൾ വെച്ചിട്ട് അടിക്കുക, ഗ്ലൂ ഗൺ വെച്ചിട്ട് അടിക്കുക, മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അടിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. ആ രീതിയിലത്തേക്ക് ഇത് ആദ്യമായിട്ട് നടത്തുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു, അത് നേരിടുന്ന വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥൻ എങ്കിൽ ഈ രീതിയിലായിരിക്കില്ല അവിടെയുള്ള ആൾക്കാർ പോലും പ്രതികരിക്കുക. നമുക്കറിയാമല്ലോ, അവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഏതാനും വിദ്യാർത്ഥികളാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതും അത് പുറത്തേക്ക് വരുന്നതിന് കാരണക്കാരായതും. നേരെ മറിച്ച് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അവിടെ തന്നെ 2ാം വർഷവും 3ാം വർഷവും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവര് കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നുവെങ്കിൽ ഇത് അവര് പറയുമായിരുന്നു, വീട്ടുകാരോട് പറയുമായിരുന്നു, PTA പറയുമായിരുന്നു, അവർ വഴി മറ്റുള്ള ആൾക്കാരിലേക്ക് പോകുമായിരുന്നു, കോളേജ് അധികൃതരോട് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്തില്ല. പകരം ആൾക്കാരെല്ലാം ഇപ്പൊ പറയുന്നത് എന്താണ്, SFI ഒരിക്കലും അങ്ങനെയല്ല, ഈ നേതാക്കളൊന്നും ഒരിക്കലും അങ്ങനെയല്ല. ഡീൻ പോലും പറയുന്നത് ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ അല്ല, അവിടെ പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നാണ്. അവിടെ ഇത്തരം പ്രശ്നങ്ങളില്ല എങ്കിൽ പോലീസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് അവിടെ ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നു എന്ന്? അപ്പൊ ആ അലിഖിത നിയമത്തിനെ പറ്റി പോലും അറിയാതിരിക്കുന്ന ഒരു ഡീൻ ആ സ്ഥാനത്തിരിക്കാനായിട്ട് എങ്ങനെയാണ് അർഹനാകുന്നത്? അപ്പൊ നമ്മൾ തന്നെ കണ്ടതാണല്ലോ, മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി ആദ്യ ദിനം ഈ വാർത്ത വന്നിരുന്ന സമയത്ത് ഡീൻ ഒരു നല്ല മനുഷ്യനാണ്, മനുഷ്യസ്നേഹിയാണ്, വിദ്യാർത്ഥികളോട് വലിയ സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം 2ാമത്തെ ദിവസം ചെറുതായിട്ട് ഇങ്ങനെ പ്ലേറ്റ് മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും അങ്ങനെയാണെങ്കിൽ അതിന് നടപടികൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. പക്ഷെ എന്ത് നടപടിയാണ് ഇവരെല്ലാം കൂടി എടുക്കാൻ പോകുന്നത്? ഒന്നുമല്ലെങ്കിൽ ഗവർണർ ഇവിടെ നിന്ന് VC എങ്കിലും അവിടെ നിന്ന് പുറത്താക്കിയെന്ന് പറയാം. കാരണം അവിടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ചീഫ് പെർപെട്രേറ്റർ ആയിട്ടുള്ള ആൾക്കാരെ പോലും സംരക്ഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏത് സമയത്ത് കീഴടങ്ങണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന രീതിയിലെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടല്ലോ, ഇതിൽ പല ആൾക്കാരെയും മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് ഹാജരാക്കാൻ പോകുന്ന സമയത്ത് അവിടെ ലോക്കലായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അവിടെ ചെല്ലുകയും അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഈ പേരന്റ് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഭരണം ലഭിക്കുമ്പോൾ ആ ഭരണ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ എങ്ങനെയാണ് എന്നത് കണ്ടതിന് ശേഷം അത് സ്വീകരിച്ച് നടപ്പാക്കാനായിട്ട് ഈ കുട്ടി പ്രസ്ഥാനങ്ങൾ ശ്രമിക്കും. ഒരൊറ്റ ഉദാഹരണം മതി. TP ചന്ദ്രശേഖരൻ കേസിൽ വിചാരണ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ, ഹൈക്കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ, നേരത്തെ വെറുതെ വിട്ടിരുന്ന 2 പ്രതികളെ തിരിച്ചു വിളിച്ച് അവർ കുറ്റവാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ശിക്ഷ നൽകിയ, നേരത്തെ ഒരു ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് 2ാമത് ഒരു ജീവപര്യന്തം കൂടി നൽകിയിരിക്കുന്ന കോടതി ഇവിടെ കുറേയധികം CPM-കാർക്ക് ശിക്ഷ നൽകിയതിനു ശേഷവും ഈ ശിക്ഷാ കാലയളവിൽ, അതായത് പ്രതിയല്ല കുറ്റവാളിയായിട്ട് ശിക്ഷ നേരിട്ടിരുന്ന ആ സമയത്ത് മരണപ്പെട്ടു പോയിരിക്കുന്ന കുഞ്ഞനന്തനെ പ്രകീർത്തിച്ചുകൊണ്ട് മനുഷ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പേനയുന്തിയ ആളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇനി ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു എങ്ങനെയാണ് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, KSUക്കാരുടെ, കോൺഗ്രസുകാരുടെ ഭാഗത്ത് നിന്ന് നവകേരള സദസ്സ് നടന്ന വേളയിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ പൂച്ചട്ടി ഉപയോഗിച്ചും ഹെൽമെറ്റ് ഉപയോഗിച്ചും ആളിന്റെ തല തല്ലി കീറാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിയുടെ ആൾക്കാർ പോയിരുന്ന സമയത്ത് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചുകൊണ്ട് അതിനൊരു ലൈസൻസും സർട്ടിഫിക്കറ്റും നൽകിയിരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഈ കുട്ടിപ്രസ്ഥാനം ഇത് ചെയ്തില്ല എങ്കിലല്ലേ അതിശയം.